എന്നും പുകഴ്ത്തിയിടും ഞാൻ. എന്നാത്മനാഥനെ എന്നും പുകഴ്ത്തിയിടും ഞാൻ. പാപം കൂടാതെന്നെ തന്മുന്നിൽ നിർത്തുവാൻ, പാപം കൂടാതെന്നെ തന്മുന്നിൽ നിർത്തുവാൻ, പാവനാത്മാവിനെ ദാനമായി തന്നോനെ, പാവനാത്മാവിനെ ദാനമായി തന്നോനെ എന്നും പുകഴ്ത്തിയിടും ഞാൻ. എന്നാത്മനാഥനെ എന്നും പുകഴ്ത്തിയിടും ഞാൻ, എന്നും പുകഴ്ത്തിയിടും ഞാൻ. എന്നാത്മനാഥനെ എന്നും പുകഴ്ത്തിയിടും ഞാൻ. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കുവാൻ മനസ്സ് വെച്ച എല്ലാ ജീവിതങ്ങൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ നമുക്ക് കർത്താവ് നൽകി തന്ന സന്ദർഭം ഏറ്റവും വലുതാണെന്ന് നാം ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഒട്ടൊഴിയാതെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ച് സകലതും സാധിക്കുന്നവനെ നമുക്ക് ആശ്രയിക്കാൻ ഇടവരുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാരംഭമായി കേൾക്കുവാനിടയായി തീർന്നത് ഇതാ ഏലീശയോടുകൂടി ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഗേഹസിക്ക് പറയാനുള്ളത് ഞാനും എൻ്റെ യജമാനവും മാത്രമാണുള്ളത്. എന്നാൽ ഏലീശ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മോട് കൂടെ ഉള്ളവരെ നീ കണ്ടിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോഴാണ് ഗേഹസി കാണുന്നത് ഒരു വലിയൊരു സമൂഹം ആ പർവ്വതത്തിന് ചുറ്റും, ഏലീശ വസിക്കുന്ന ആ മലയ്ക്ക് ചുറ്റും യുദ്ധസന്നദ്ധരായി സ്വർഗീയ സൈന്യം പാളയമിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാനിടയായത്. അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് ഏലീശയ്ക്ക് ഭയമില്ല. കർത്താവിൻ്റെ വചനം നമ്മെ കേൾപ്പിക്കാനിടയായി തീർന്നത് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, വെളിപ്പാടില്ലായകയാൽ ജനം മര്യാദ വിട്ട് നടന്നു. ഈ ലോകത്തിലുള്ള എല്ലാ പാപത്തിൻ്റെയും, എല്ലാ ഭയത്തിൻ്റെയും, എല്ലാ ദോഷ വാക്കുകളുടെയും അസൂയയുടെയും എല്ലാറ്റിൻ്റെയും കാരണം ഈ ഒരൊറ്റ കാര്യം. എന്താണ് ആ കാര്യം? വെളിപ്പാടില്ലാതെ കൊണ്ട് തന്നെ. വെളിപ്പാടില്ലെന്ന് പറഞ്ഞാൽ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ പാപം അവന് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപം ഉള്ളതാ, പിന്നെ മറിഞ്ഞിരുന്നതാ. ഇപ്പം എന്ത് ചെയ്തു? അത് വെളിപ്പെട്ടു, മനസ്സിലായി, പുറത്തു വന്നു. അതാ വെളിപ്പാട്. അപ്പോൾ വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഉള്ളത് തന്നെയാണ്, പക്ഷെ മറിഞ്ഞിരിക്കുക. ആ മറ നീക്കി അത് പുറത്തു വരുന്നതാണ് വെളിപ്പാട്. ഈ വെളിപ്പാടിനാണ് നമ്മൾ കേട്ടത്. ആ വെളിപ്പാട് കാണണമെങ്കിലും ഗ്രഹിക്കണമെങ്കിലും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഗ്രഹിക്കുന്ന ഹൃദയവും വേണം. അപ്പോൾ കണ്ണിൻ്റെയും ചെവിയുടെയും ഹൃദയത്തിൻ്റെയും പ്രശ്നമാണ് ഇല്ലാത്തതെന്ന് സാരം. വെളിപ്പാടുണ്ടെങ്കിൽ ജനം മര്യാദയ്ക്ക് നടക്കും എന്നുള്ള വാക്യമാണ് നമുക്കിന്ന് ആശ്രയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് വെളിപ്പാട് വേണം, നമുക്ക് മര്യാദയ്ക്ക് നടക്കണം. വെളിപ്പാട് വേണമെങ്കിൽ ഹൃദയം ശരിയാവണം, എന്നാലേ കാഴ്ചയും കേൾവിയും ശരിയാവുള്ളൂ. ഹൃദയം ശരിയാകണമെങ്കിൽ കർത്താവ് ശരിയാക്കണം. അപ്പോൾ കർത്താവ് തന്നെ ആശ്രയം. നമുക്കെന്ത് വേറൊന്നുമല്ല ആശ്രയം, കർത്താവ് മാത്രമാണ് ആശ്രയം. കാരണം
മര്യാദ വിട്ട് നടക്കാൻ പറ്റില്ല. കർത്താവിനോടുള്ള മര്യാദയ്ക്ക് കർത്താവ് എങ്ങനെ നടന്നുവോ അതുപോലെ തന്നെ എനിക്ക് നടക്കണം. അത് വേണമെങ്കിൽ ആദ്യമേ തന്നെ ആ വെളിപ്പാട് വേണം. വെളിപ്പാട് വേണമെങ്കിൽ ഹൃദയം ശരിയാവണം. ഹൃദയം ശരിയാക്കണമെങ്കിൽ ദാവീദ് പറഞ്ഞ പോലെ കർത്താവെ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനിൽ പുതുക്കണം. എൻ്റെ അകൃത്യത്തെ മായച്ചു കളയണം, പാപത്തെ കഴുകണം. ഈ കാര്യങ്ങളൊക്കെയും സാധിക്കാവുന്ന കർത്താവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകളെ മടക്കുന്നത്. ഏത് വിഷയത്തിൽ ചെന്നാലും, ഏത് കാര്യത്തിൽ ചെന്നാലും, ഏത് കാര്യത്തിൽ ചെന്നാലും ഇത് തന്നെയാണ് വിഷയം. എന്തുകൊണ്ടാണ് ജാതികൾ ഏറ്റവും ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്? എന്തുകൊണ്ട്? ജാതികളുടെ ഇടയിലുള്ള മര്യാദ എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും ദുഃഖമുള്ളതും ദൈവത്തെ നിന്ദിക്കുന്നതുമായ കാര്യങ്ങളാണ് ജാതികളുടെ പ്രവർത്തനം. അവരുടെ ആരാധന, അവരുടെ സംസാരം, അവരുടെ മര്യാദ, ഇതൊക്കെയും ദൈവത്തിന് വെറുപ്പുള്ളതാണ്. ഈ കാരണം അത് തന്നെ. എന്തില്ല? വെളിപ്പാടില്ല. വെളിപ്പാടില്ലാത്തതിൻ്റെ കാരണം കാണുന്ന കണ്ണില്ല, കേൾക്കുന്ന ചെവിയില്ല. അവർക്ക് എവിടെയാണ് ഈ കാണുന്ന കണ്ണ്? അവർക്ക് കണ്ണില്ലേ? കണ്ണുണ്ട്, ഗേഹസിക്കും കണ്ണുണ്ട്, ചെവിയുണ്ട്, ഹൃദയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മറഞ്ഞിരിക്കുന്നത് കണ്ണെന്ന് പറഞ്ഞാൽ ആത്മീയ മണ്ഡലം കാണുന്ന കണ്ണില്ല, ആത്മീയ മണ്ഡലം കാണുന്ന കേൾക്കുന്ന ചെവിയില്ല, അത് ഗ്രഹിക്കുന്ന ഹൃദയവും ഇല്ല. അതാണ് മനുഷ്യന് വേണ്ടത്. മനുഷ്യന് മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ അത് വേണം. ലോകജാതികളിൽ നിന്ന് നമ്മൾ വ്യത്യാസമുള്ളവരെന്ന് പറയണമെങ്കിൽ അത് വേണം. ആ കണ്ണിരിക്കുന്ന എവിടെയാ? ആ കണ്ണിരിക്കുന്ന എവിടെയാ? ആ ചെവി ഇരിക്കുന്ന എവിടെയാ? ആ ഹൃദയം ഇരിക്കുന്ന എവിടെയാ? ജാതികളെക്കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനം പറയുന്ന പ്രകാരമാണ്. ജാതികൾ നടക്കുന്ന പോലെ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, വ്യർത്ഥ ബുദ്ധിയാണ് ജാതികൾ. അവർ വിചാരിക്കുന്നതല്ല, അവർ ബുദ്ധിപൂർവമാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് തോന്നും. പക്ഷെ അത് വ്യർത്ഥമാണ്. ഒരിക്കലും അവരുടെ ബുദ്ധി അനുസരിച്ച് അവർക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കില്ല, ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. അവരുടെ ബുദ്ധി കൊണ്ടാണ് അവർ ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ബുദ്ധി ദൈവം ഭോഷത്വമാക്കിയതാണ്. കാരണം അവരുടെ ബുദ്ധിയാൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ സ്ഥാപിച്ചതാണ് ഈ ലോകത്ത്. അതിനുശേഷമാണ് കർത്താവ് ലോകത്തിലേക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഇങ്ങോട്ട് അയച്ചത്. ബുദ്ധിയിൽ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷെ ജാതികൾ ചിന്തിക്കുന്നതല്ല കണ്ടെത്താൻ സാധിക്കും, ബുദ്ധിയിൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നത്, കാഴ്ചയിൽ ആശ്രയിക്കുന്നത്, കേൾവിയിൽ ആശ്രയിക്കുന്നത്, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതിലവർ തീർത്തും പരാജയപ്പെട്ടു പോവുകയാണ്. പിന്നെ അവർക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഇനി അവരെങ്ങനെ നടക്കുന്നതെന്നുള്ളതാണ്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നാകുന്ന വനം തഴപ്പിച്ചു. അവർ അന്ധബുദ്ധികളായി. അപ്പൊ അന്ധത എവിടെയാണ്? ബുദ്ധിയിലാണ്, ഹൃദയത്തിലാണ്. ഹൃദയദൃഷ്ടി ബുദ്ധിയിലാണ്. മനസ്സാണ് കാഴ്ച. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന് കാഴ്ച എങ്ങനെയുണ്ടാവുണ്ട്? ഒരു മനുഷ്യന് കണ്ണ് എവിടെയൊക്കെ ഉണ്ട്? ശരീരത്തിൽ നമുക്കൊരു കണ്ണുണ്ട്. പിന്നെ ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ടെന്നാണ് സ്വഭാവസിംഗ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ബുദ്ധിയിൽ അവൻ കാണും. ഇനി മറ്റൊരു കണ്ണുണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ച്. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞു, ഇപ്പം ഈ പറഞ്ഞത് ദൃഷ്ടി ജാതികൾക്കില്ലാത്തത്, ജാതികൾക്കില്ലാത്തൊരു ദൃഷ്ടി, അതാണ് ഹൃദയദൃഷ്ടി. അവിടെ നിന്നാണ് മനസ്സിൻ്റെ കണ്ണ്. അതാർക്കും കാണാൻ പറ്റില്ല. ബുദ്ധി കൊണ്ടും കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ടും കാണാൻ പറ്റില്ല. ബുദ്ധി കൊണ്ടും കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ടും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ണുണ്ട്. കാരണം ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഗസ്സയ്ക്ക് ഉള്ള വഴി ആരുമില്ല, അവിടെ നിർജ്ജനം, അവിടെ മനുഷ്യ നടപ്പില്ല, ആ വഴിയിലേക്ക് പോകാൻ പോകും, ആ വഴിക്ക് അങ്ങ് നടന്നോളാം. എന്തിനാ വഴിക്ക് പോകുന്നത്?
ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ആ വഴിയിൽ നോക്കുമ്പോൾ നിർജ്ജനമാണ്, പോയിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ണ് മാറി. ബുദ്ധി കൊണ്ട് അതിലെ ആൾ പോകാനുള്ള സാധ്യതയില്ല. ഞാൻ അതിനുള്ള ലക്ഷമൊന്നും കാണുന്നില്ല. അതും ബുദ്ധിയും മാറി, ജ്ഞാനവും മാറി. അപ്പോഴാണ് മൂന്നാമത്തതാണ് ഇത് കാണുന്ന കണ്ണ് ഒന്നുണ്ട്, അത് ദൈവാത്മാവിൻ്റെ കണ്ണാണ്. ആത്മാവ് കാണുന്നു. അതിൽ ഷണ്ടൻ വരുന്നതും തേരിൻ്റെ ഷണ്ടൻ വരുന്നതും പുസ്തകം വായിക്കുന്നതൊക്കെ കാണുന്ന ദൈവത്തിൻ്റെ കണ്ണുണ്ട്. ആ കണ്ണാണ് അവിടെ. അതുകൊണ്ടാണ് അത് കാണുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത്. ഇതാണ് ദൈവത്തിൻ്റെ ജനത്തിന്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മര്യാദകേടുമില്ല. മര്യാദകേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ എവിടെ നിന്ന് വരുന്നു? യഥാർത്ഥത്തിൽ തീർത്തും വിശ്വാസ ജീവിതത്തിൽ മര്യാദ എവിടെ നിന്ന് വരുന്നു? മര്യാദ എന്ന് പറയുന്നത് യഹൂദൻ്റെ മര്യാദയാണ്. മര്യാദ അതാണ് യഥാർത്ഥ മര്യാദ. യഹൂദിൻ്റെ മര്യാദ എവിടെ നിന്ന് വരുന്നു? യഹൂദിന് ഈ മര്യാദ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഒരു ഭവനത്തിൽ ഒരാൾ വന്നാൽ അവരെ കൈക്കൊള്ളണം, അവരുടെ കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചുംബിക്കണം, അതൊക്കെ തലയിൽ തൈലം പൂശണം. ഇത്രയെല്ലാം കാര്യം ചെയ്തിട്ടാണ് ഭവനത്തിലേക്ക് കടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇത് ഏത് മര്യാദയാണ്? യഹൂദൻ്റെ മര്യാദയാണ്. മൊർദെഖായിയുടെ മര്യാദ മനുഷ്യനെ കുമ്പിടില്ല. ദൈവത്തെ കുമ്പിടും, മനുഷ്യനെ കുമ്പിടില്ല. അതാരുടെ മര്യാദ? യഹൂദൻ്റെ മര്യാദ. ദാനിയേലിൻ്റെ മര്യാദ വിഗ്രഹാർപ്പിതം കൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനാക്കില്ല. അതാരുടെ മര്യാദ? യഹൂദൻ്റെ മര്യാദ. അപ്പം ഈ യഹൂദിൻ്റെയൊക്കെ മര്യാദ എന്ന് പറയുന്നതാണ് യഥാർത്ഥ മര്യാദ എന്ന് പറഞ്ഞത്. ഈ യഹൂദിൻ്റെ മര്യാദ എവിടെ നിന്ന് വരുന്നത്? നമ്മൾ ഏകദിവസം മുഴുവൻ പഠിക്കുന്നത് യഹൂദൻ്റെ ആത്മീക യഹൂദൻ്റെ മര്യാദയാണ് നമുക്ക് വേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാണുന്ന ഇസ്രായേലിൽ കാണുന്നത് പോലെ ആ കാണുന്ന മര്യാദയല്ല നമ്മൾ. പിന്നെ ഈ ആത്മീക യഹൂദൻ്റെ മര്യാദ വചനത്തിലുണ്ട്. ആത്മീയ യഹൂദൻ്റെ മര്യാദയാണ് നമ്മുടെ മര്യാദ. അതാണ് നമുക്ക് വേണ്ടത്. ഈ ആത്മീയ യഹൂദൻ്റെ മര്യാദ നമുക്ക് വേണം, അല്ലെങ്കിൽ യഹൂദൻ്റെ മര്യാദ നമുക്ക് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം യഹൂദൻ്റെ മര്യാദ എവിടെ നിന്ന് കിട്ടി? യഹൂദൻ്റെ മര്യാദയാണ് ദൈവപുത്രൻ്റെ മര്യാദ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മര്യാദയും സ്വഭാവമാണ് തൻ്റെ ജനമായ യഹൂദനിലേക്ക് പകർന്നിരിക്കുന്നത്. ആ മര്യാദയാണ് ദൈവസഭയിലേക്ക്. അതിൻ്റെ ആത്മീയ മര്യാദയാണെന്ന് ദൈവത്തിൻ്റെ സഭയിൽ കാണുന്നു. അപ്പോൾ അതായത് ദൈവിക സംസ്കാരമാണ് ദൈവത്തിൻ്റെ ജനത്തിനുള്ളതെന്ന് അർത്ഥം. ദൈവത്തിൻ്റെ ജനത്തിനുള്ളത്. ഈ ദൈവത്തിൻ്റെ ജനത്തിനുള്ള ഈ മര്യാദ ഭൂമിയിൽ നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? മറന്നുപോയി. ഈ ഭൂമിയിൽ നമുക്ക് യഹൂദൻ്റെ മര്യാദ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മര്യാദ വേണമെങ്കിൽ വെളിപ്പാടില്ലായകയാൽ ജനം മര്യാദ വിട്ടു നടക്കുന്നു. മര്യാദ വിട്ട് നടക്കുന്നത് വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യഥാർത്ഥ മര്യാദയിൽ നടക്കണമെങ്കിൽ വെളിപ്പാട് വേണം. വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇതിവിടെ സത്യമായ വേറൊരു മണ്ഡലമുണ്ട്. തിരക്കിട്ട് ഈ കാലങ്ങൾ അങ്ങനെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇന്ന് കാണുന്നത് നാളെ ഇല്ല. ഇന്ന് സുനാമി വന്നു, നാളെ സുനാമി ഇല്ല. നാളെ ഭൂകമ്പം വന്നു. ഇങ്ങനെ എല്ലാം ഭൂമി മുഴുവൻ മാത്രം മാറിക്കൊണ്ടിരിക്കുക നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ മാറാത്തൊരു മണ്ഡലം ഉണ്ട്. മാറാത്തൊരു മണ്ഡലം അത് കാണണം. ദാവീദ് നോക്കിയപ്പോൾ ഒരു സ്ത്രീ വിളിക്കുന്നു. അവൻ അതിൽ ആകൃഷ്ടനായപ്പോൾ തന്നെ വചനം പറയുന്നത് അന്ധബുദ്ധികളായി. മനുഷ്യൻ ദൈവം കൊടുക്കുന്ന നിലയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അപ്പോൾ തന്നെ ബുദ്ധി അന്ധമാവുക. അതായത് 3 ദൃഷ്ടി നമ്മൾ പഠിച്ചു. 1 മുഖത്തെ ദൃഷ്ടി, 2 ജ്ഞാനദൃഷ്ടി, 3 ഹൃദയദൃഷ്ടി. അതിലേക്ക് മാറിയതോടുകൂടി പിന്നെ ബുദ്ധി അന്ധമായി. ഒന്നും കാണാൻ പാടില്ല. ആ സ്ത്രീയെ കണ്ടു, പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. അവിടെ തന്നെ നോക്കിയാൽ അറിയാം. അപ്പോൾ തന്നെ വെളിപ്പാടുണ്ടെങ്കിൽ അറിയാം. ദാവീദിന് ആ സമയത്ത് തന്നെ വെളിപ്പാടുണ്ടെങ്കിൽ ആ സമയത്ത് കാണാം. ഇതാ തന്നെ നോക്കി തന്നെ കാത്തു സൂക്ഷിക്കാൻ കർത്താവ് തന്ന ദൂതന്മാരും ഇസ്രായേലിനെ പരിപാലിക്കുന്ന ഇസ്രായേൽ
എന്നെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സൈന്യം, യുദ്ധഭൂമിയിലായിരിക്കുന്ന ജനത്തെ സഹായിക്കാനിരിക്കുന്ന ദൂതന്മാരെ കൂട്ടം, ഇതൊക്കെയുമുണ്ട്. ഇതിൻ്റെയൊക്കെയും മധ്യത്തിൽ വെച്ചാണ് ഞാൻ ഈ പരാക്രമം ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്രയും പേരുടെ മുഖത്ത് ആരുടെ? ഈ ദൂതന്മാരുടെ മുഴുവനും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരാ? നമുക്ക് ചുറ്റും നിൽക്കുന്നത് അനേകായിരം ദൂതന്മാരുടെ സംഘം, എണ്ണിയാൽ കൂടാത്ത സൗകര്യത്തിൽ നമുക്ക് സംരക്ഷണത്തിനായിട്ട് ഏൽപ്പിച്ച ദൂതന്മാരുണ്ട്. അതുപോലെ ദൂത സമൂഹമുണ്ട്. പിന്നെ മുൻപ് പോയ ആദാം മുതലുള്ള വിശുദ്ധന്മാരുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട്. കർത്താവുണ്ട്. ഇത്രയും പേര് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. അവിടെ മൂകതയാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു നീതിമാൻ നീതി വിട്ട് തിരിയുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന വിഷാദവും അവരുടെ ഇടയിലുണ്ടാകുന്ന ദുഃഖവും ഒരു നിമിഷം നമ്മൾ കണ്ടാൽ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുവാൻ നമ്മൾ പോകുന്നുവോ, നമ്മൾ ഏത് നിലയിൽ നമ്മൾ പോകുന്നുവോ അതിൽ നിന്ന് അപ്പം പിന്തിരിയും. എങ്ങനെ കഴിയണം? വെളിപ്പാട് വേണം. അത് കാണണമെങ്കിൽ ഏത് മനുഷ്യനെയും സാഹചര്യം വരുമ്പോൾ ശത്രു അടയ്ക്കുന്നത് ഈ ഭാഗമാണ്. ആദ്യം വെളിപ്പാടില്ലാതെ അന്ധമാക്കും. അതിന് പറയുന്നതാണ് അന്ധബുദ്ധി. ബുദ്ധി അന്ധമാക്കും. കണ്ണുകൊണ്ട് കാണാം, ജ്ഞാനം കൊണ്ട് കാണാം, പക്ഷേ ഹൃദയദൃഷ്ടി അടച്ചുകളി. ഇതങ്ങ് അടച്ചുകളി. കാരണം ഇത് അടച്ചാൽ മാത്രമേ ഇവനെ കൊണ്ട് പാപം ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാ മനുഷ്യരും ദോഷത്തിലേക്ക്. കർത്താവ് പറഞ്ഞു, നീ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. നീ എന്നെ വിചാരിച്ച് നിന്റെ അയൽക്കാരൻ ഒരു 10 നാൾ കെട്ടിടം പണിത് ലോകപ്രശസ്തി ആർജിച്ച് അവന് ഇഷ്ടംപോലെ സമ്പത്തും വന്ന് പേരും വന്ന് എല്ലാം വന്ന് നീ എന്തിനാ ഭയപ്പെടണേ? നീ ഭയപ്പെടില്ലായിരുന്നു. എന്തുണ്ടായിരുന്നെങ്കിൽ വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ നീ ഭയപ്പെടില്ലായിരുന്നു. വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ബുദ്ധി അന്ധബുദ്ധിയായി പോയി. കാരണം ഉടനെ തന്നെ അയൽവക്കക്കാരൻ നല്ലൊരു സമ്പത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അന്താളിച്ചു പോയി. ഹൃദയം പകച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശത്രു വന്ന് ബുദ്ധി അങ്ങ് അടച്ച്. ഇപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ കാണുന്നുള്ളൂ, അവൻ എന്നേക്കാളും വലുതായല്ലോ, അവൻ ഏറ്റവും വലുതായല്ലോ. ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഇന്ന് നിന്റെ ഉള്ളിലുള്ളൂ. എന്നാൽ വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇതും കൂടെ കാണാം. അവൻ നാളെ ചാകുമ്പോൾ ഇതുവല്ലോ ഒന്നും കൊണ്ടുപോകുന്നില്ല. അവൻ നഗ്നനായി ഈ ലോകത്തിലേക്ക് വന്ന് നഗ്നനായി തന്നെ കടന്നു പോകുന്നത് കാണണമെങ്കിൽ വെളിപ്പാട് വേണം. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയം. ഇത് ഒരു കാര്യത്തിനെന്നുള്ളതല്ല, എല്ലാ കാര്യത്തിനും. ചെറിയ കാര്യത്തിനെന്നുള്ള വലിയ കാര്യങ്ങൾക്കും ഏത് കാര്യത്തിനും മര്യാദയ്ക്ക് നടക്കണമോ? മര്യാദയ്ക്ക് അതിന് വെളിപ്പാട് വേണം. ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വചനം പറയുന്നത് കുരുട്ട് കണ്ണുകളെ തുറക്കുക. നമുക്ക് എവിടെയായിരുന്നു കുരുട്? നമുക്ക് ജ്ഞാനദൃഷ്ടിയില്ലായിരുന്നോ? നമ്മൾ വചനം പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യരെക്കാൾ, ഈ ലോകത്തിൻ്റെ മക്കളെക്കാൾ, ദൈവത്തിൻ്റെ ജനത്തെക്കാൾ, ദൈവത്തിൻ്റെ മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ ജ്ഞാനമുള്ളവരാണ്. ജ്ഞാനദൃഷ്ടിയുണ്ട് അവർക്ക്. അവരുടെ കണ്ണുകൊണ്ട് സൂക്ഷ്മതയോടെ കാണുകയും ചെയ്യാം. അങ്ങനെ നടന്നവരാ. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ജാതിയായിട്ട് നടക്കുമ്പോഴത്തേക്കും അന്ധബുദ്ധികളാണ്, ഹൃദയദൃഷ്ടി അടഞ്ഞിരിക്കുക. ഇതാണ് സുവിശേഷ മുഖാന്തരം തുറന്നത്. സുവിശേഷ മുഖാന്തരം ഇത് തുറന്ന് വന്നതിന് ശേഷം പിന്നെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ ആയുഷ്കാലത്ത് ഒരിക്കലും അത് അടഞ്ഞു പോകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിൽ വരെ ആ വെളിപ്പാടുണ്ടാവണം.
ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കൊണ്ടൊന്ന് വാരിയിട്ട് ഞാൻ കയ്യിലെടുക്കുമ്പോൾ ഓർത്ത് കൊള്ളണം, അയ്യോ പറഞ്ഞ പോലെ ഞാൻ അനാഥൻ്റെ അംശം മുടക്കിയെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഭക്ഷണത്തിൽ അനാഥൻ്റെ അംശമുണ്ട്, അനാഥൻ്റെ അംശമുണ്ട്. ആ സമയത്ത് ആ ദൃഷ്ടി തുറക്കണം, വെളിപ്പാട് വേണം മര്യാദ ആചരിക്കണമെങ്കിൽ. അതുകൊണ്ട് കർത്താവ് അതിനും പറയുന്നത്, ഏത് സമയത്തും ഏത് പ്രവൃത്തിയിലും മനുഷ്യനെ വീഴിക്കാൻ നടക്കുമ്പോൾ, നമ്മൾ സങ്കീർത്തക്കാരൻ 73 സങ്കീർത്തക്കാരൻ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരികളെ കാര്യസാധ്യം കണ്ട്, ദുഷ്ടന്മാരെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നും. നോക്കിയപ്പോഴത്തേക്കും ഒരാള് സന്തോഷമായിട്ട് നടക്കുന്നു, ഇഷ്ടംപോലെ കാശും ഇഷ്ടംപോലെ സമ്പന്നതയും മുമ്പോട്ട് നടക്കുക. കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഉണ്ടായതാണ് അസൂയ. കർത്താവ് അതിനും പറയുന്നത് അങ്ങനെയല്ല. ഒരു സംഭവം കേൾക്കുമ്പോൾ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കന്മേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഒരു കാര്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ മോഹം, എൻ്റെ ഹൃദയം ഒരു കന്യകയിൽ ഭ്രമിച്ചു പോയെങ്കിൽ, എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്കും ഭ്രമിക്കുകയല്ല. ആരെങ്കിലും സൗഖ്യം കാണുമ്പോൾ അസൂയപ്പെടുകയല്ല. എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒതുക്കിയല്ല. എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ദൈവത്തിക്കോ ഞാൻ നശിച്ചല്ലോ ഭയപ്പെടുകയല്ല. ഒന്നും വേണ്ട, ശാന്തമായിരുന്നതിന് ശേഷം വചനം പറയുന്നത് കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച്. എന്തിനു വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ഇത്രയും വലിയൊരു കാര്യം കണ്ടു, ഇത്രയും വലിയൊരു ശത്രുവിനെ കണ്ടു. അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നല്ല പറയേണ്ടത്. അടങ്ങിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? വെളിപ്പാടിന് വേണ്ടിയിട്ട്. വെളിപ്പാട് ഇതിൻ്റെ വെളിപ്പാടെന്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത് നിലനിൽക്കുന്നതല്ല, ഈ സൈന്യത്തിന് നേരെ പോരാടാൻ കർത്താവ് എന്നോടൊപ്പമുണ്ട്. അല്ലാതെ ഉടനെ കയറി ആ കണ്ട കാഴ്ചയ്ക്ക് നേരെ ഇത് കയറി പ്രവർത്തിക്കാൻ അല്ല ക്രിസ്തീയ ജീവിതം. അവൻ വിജയിക്കുകയില്ല. ഉടനെ തന്നെ അതിൻ്റെ വെളിപ്പാട് നോക്കിക്കൊള്ളണം. വെളിപ്പാടിലാണ് സത്യം വെളിപ്പെടുന്നത്. വെളിപ്പാടിലാണ് സത്യം മനസ്സിലാകുന്നത്. അഹങ്കാരികളോട് അസൂയ തോന്നി, അയ്യോ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മ കഴിയുന്നു വ്യർത്ഥമാണ്, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു, പ്രധാന നാമത്തിൽ ഞാൻ ഒന്ന് വിശ്വസമായിട്ട് ജീവിതം നയിക്കാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പെട്ടു, വെറുതെയാണ് ഇതൊന്നും നടക്കേണ്ടത്, ഇങ്ങനെ നിൽക്കുക, ഇതിനേക്കാളൊക്കെ എത്ര ഭേദം മറ്റുള്ളവർ എന്ന് പറയുന്ന തരത്തിൽ ഹൃദയം അങ്ങ് മുഷിഞ്ഞ്. അപ്പോഴാണ് ബോധം വന്നത്, ദൈവാത്മാവ് ബോധപ്പെടുത്തിക്കൊടുത്ത് സങ്കീർത്തനക്കാരന്. അങ്ങനെയല്ല, നമുക്കൊന്ന് ചോദിച്ചേക്കാൻ കർത്താവിനോട്, ഇതെന്താ ഇങ്ങനെയൊന്ന് ചോദിച്ചേക്കാം. അവൻ എന്തിനു പോയി? അധരത്തിൽ നിന്ന് നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. ആ അധരത്തിൽ നിന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാ ദുഷ്പ്രവൃത്തിക്കാർ, അവരാ മിടുക്കന്മാർ, ദൈവത്തിന് അവരോട് ഇഷ്ടം എന്ന ഒരു വാക്ക് പറഞ്ഞു പോയെങ്കിൽ പാപത്തിലാകപ്പെട്ടെ. എന്നാൽ ആ വാക്ക് പറയുന്നതിന് മുമ്പ് സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യുന്നറിയാം? ചോദിച്ചേക്കാം. ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ചിന്തിച്ച്, യോ എന്ത് കിട്ടി? വെളിപ്പാടുണ്ടായി. എന്താ വെളിപ്പാട്? യോ നിശ്ചയമായിട്ടും നീ അവരെ വഴുവഴുപ്പ് നിർത്തിയിരിക്കുന്നു. കർത്താവേ അവൻ്റെ സൗഖ്യം കണ്ട് ഞാൻ വല്ലതും പറഞ്ഞു പോയെങ്കിലോ? ശരിയായ രീതിയിൽ ആ വെളിപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ അവൻ കാണുകയാണ്, അവനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അവൻ ഏത് സമയത്തും തലയടിച്ച് വീഴാം, ഇല്ലാതെയായി പോകാം. വെളിപ്പാടില്ലായാൽ ജനം മര്യാദ വിട്ട് നടക്കും. കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിൽ വിശ്വാസികളുടെ ഇടയിൽ കാണുന്ന ദുഃഖങ്ങൾ, ഭയം, അസൂയ, പാപങ്ങൾ, ഇതിനൊക്കെയും ഒരൊറ്റ കാരണമാണ്. ഇതെല്ലാറ്റിനും ഒരൊറ്റ കാരണമാണ്.
വെളിപ്പാടില്ലായ്മ. വെളിപ്പാടില്ലായ്മ വെളിപ്പാടില്ലാത്തതിൻ്റെ ഒരു ഒറ്റ കാരണമാണ് ഹൃദയം ശരിയല്ല. ഹൃദയം ശരിയാക്കാനാണ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിക്ക് നാം അടുത്തു വന്നിരിക്കുന്നത്. ഇത്രയും കാലത്തെ പോലെയല്ല. വ്രതന്മാരെ കൂടി തെറ്റിപ്പാൻ പിശാച് ഇറങ്ങി വന്നിരിക്കുന്ന കാലമാണ്. വ്രതന്മാരെ കൂടി തെറ്റിപ്പാൻ. വ്രതന്മാരെ തെറ്റിക്കണമെങ്കിൽ ഒരു വ്രതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ വ്രതൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ ജീവിതം യഹോവയുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്. നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ആരും അറിയാതെ സ്വകാര്യമായിട്ട് ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ പറയും, അവൻ കാണുന്നു, ഞാനിങ്ങനെ ആരും അറിയുന്നില്ല എന്ന് ഞാൻ വിചാരിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുന്നു. പക്ഷേ ഇതാ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ട്, അവൻ്റെ ദൂതന്മാർ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ള വെളിപ്പാട് വരുമ്പോൾ അവൻ്റെ ചിന്തയെ കടിഞ്ഞാണിടുന്നു. അവൻ്റെ നിരൂപണത്തെ അവൻ നിയന്ത്രിക്കുന്നു. അതാ വചനം പറയുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ ഉള്ളതാണ് രാജകോലാഹലം. അവരെന്ത് പറഞ്ഞാലും സൂക്ഷിക്കുന്നു. രാജകൊട്ടാരത്തിലുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? രാജകൊട്ടാരത്തിലുള്ളവരുടെ ചലനങ്ങൾ അതിന് മുഴുവനും അതിൻ്റെതായ നിയമങ്ങളാണ്. ഈ ഇന്ന പാനപാത്രവാഹകന് എവിടം വരെ വരാം, കാവൽക്കാരന് എവിടം വരെ വരാം, അകമ്പടി സേവിക്കുന്നവന് എവിടം വരെ വരാം, ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാം, അവരുടെ കൈകളിൽ എന്തെല്ലാം ഉണ്ടാകാം, അവരുടെ മുഖം എങ്ങനെയായിരിക്കണം. പാനപാത്രവാഹകൻ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വീഞ്ഞൊഴിച്ചു കൊടുത്തപ്പോൾ പാനീയം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം വല്ലാതിരുന്നപ്പോഴാണ് രാജാവ് അപ്പം പിടിച്ചത്. വ്യവസ്ഥയില്ല. പെട്ടെന്ന് നെഹമ്യാവ് പരിഭ്രമിച്ചു പോയി. ഓരോരുത്തരെയും രാജാവിൻ്റെ സാന്നിധ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര സൂക്ഷിച്ചാണ് അവിടെ ഓരോ ചലനങ്ങളും. ഈ ചലനം തെറ്റിച്ചു കഴിഞ്ഞാൽ പാനപാത്രവാഹകനും അപ്പക്കാര പ്രമാണിയെയും പിടിച്ച് ജയിലിലിട്ട് നമ്മൾ വായിച്ചിട്ടില്ലേ? അവരെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട് ഒരു തെറ്റിച്ചു പോയതാണ്. അവസാനം ഒരുത്തൻ്റെ തല വെട്ടിക്കളഞ്ഞു, അപ്പക്കാരൻ്റെ പ്രമാണിയുടെ തല വെട്ടിക്കളഞ്ഞു. ഇതെല്ലാം ശകലം തെറ്റുമ്പോഴാണ്. ഇത് അശേഷം തെറ്റാതെ ആ പറഞ്ഞിരിക്കുന്ന നിയമത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്നതാണ്. അതാണ് രാജകോലാഹലം. രാജാവിനെ കുറിച്ചുള്ള ബോധം അവരുടെ ഏത് മനുഷ്യൻ്റെയും ചലനത്തിൽ കാണാം. ഇല്ലെങ്കിൽ രാജഭരണം നിലനിൽക്കില്ല. എന്നാൽ ഇവർ ഇത്രയും സൂക്ഷിച്ച് ഇവിടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഈ സേവകൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടോ? പുറത്തേക്ക് വീട്ടിൽ ആരും കാണുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും മടുത്ത് അങ്ങോട്ട് നീങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് നീങ്ങാൻ പാടില്ല, അവിടെ കുട പിടിക്കണം, ഇവിടെ കുടിക്കണം, രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ദിവസം 10 പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. ഇങ്ങനെ പെറുപെറുപ്പും. അപ്പം അവരെ സ്വകാര്യതയിലേക്ക് വരുമ്പോഴത്തേക്കും സ്വകാര്യ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ഇവൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അവരെ സ്വകാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവനെ ചത്തങ്ങി മതിയായിരുന്നു എന്നുള്ള മനോഭാവത്തിലാണ് പിന്നെ. പക്ഷേ ഈ രാജകോലാഹലം അതല്ല. ഈ രാജകോലാഹലം ഏത് രാജകോലാഹലം? ക്രിസ്തീയ ജീവിതത്തിലുള്ള രാജകോലാഹലം അതല്ല. സ്വസ്ഥത, സ്വകാര്യതയില്ല. പ്രവൃത്തിയിലും വാക്കിലും മാത്രമല്ല, ഹൃദയത്തിൽ ഒരു ചിന്ത ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭയപ്പെട്ടാണ് ചിന്തിക്കുന്നത്. കാരണം വിശ്വാസത്തിലേക്ക് കർത്താവ് ഒരുവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം കർത്താവ് എടുക്കുന്നത് വരെയും വെളിപ്പാടിലായിരിക്കണമെന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമായിരിക്കണം പിന്നീട് സകല വാക്കുകളും നിരൂപണങ്ങളും പ്രവൃത്തികളും. അതുകൊണ്ട് ആയുഷ്കാലം കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുന്ന നാൾ വരെയും ദൈവം വിളിച്ച് ജനത്തിന് അവരുടെ ഇടയിൽ രാജകോലാഹലമുണ്ട്. ആ രാജകോലാഹലത്തിൻ്റെ അടിസ്ഥാനം വെളിപ്പാടാണ്. വെളിപ്പാടിൻ്റെ കാരണം അവൻ്റെ ഹൃദയദൃഷ്ടിയിൽ
കേൾക്കുന്ന കേൾവി അവൻ്റെ ഹൃദയവുമാണ്. ആധാരം ശുദ്ധീകരണമാണ്. ജാതീയത കലർന്നാൽ അപ്പോൾ അന്ധബുദ്ധികളാവും. ആ കാഴ്ച ഉണ്ടാവില്ല, വെളിപ്പാടുണ്ടാവില്ല, പിന്നെ മുമ്പോട്ടങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടല്ലോ, നമ്മൾ പലരുടെയും സൗഖ്യവും അഹങ്കാരികളുടെ ഉയർച്ചയൊക്കെ കാണും. അസൂയപ്പെടണ്ട. ഏതെങ്കിലും സൈന്യം നമ്മുടെ നേരെ വരുന്നത് കാണും, ശത്രു വരും, ഭയപ്പെടണ്ട. വലിയ പർവ്വതങ്ങളൊക്കെ വരും, ഭയപ്പെടണ്ട, വിഷമിക്കണ്ട. സകല വിധത്തിലും എതിര് വന്നെന്നിരിക്കാം, നമ്മൾ നശിച്ചു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടതാണ്, അതെല്ലാം വന്നെന്ന് അവിടെ നിൽക്കട്ടെ. ആ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഉടനെ കയറി അതിന് പ്രതികരിക്കണ്ട, കാത്തിരിക്കാം. എങ്ങോട്ട് കാത്തിരിക്കാം? വെളിപ്പാടിന് കാത്തിരിക്കാം. ദൈവമേ, ഇന്ന് ഈ കാണുന്നതിൻ്റെ പൊരുൾ എന്താണ്? ഈ തടസ്സത്തിൻ്റെ കാരണം എന്താണ്? ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാത്തിരിക്കുന്നവന് ദൈവം തൻ്റെ വെളിപ്പാടിനെ കൊടുക്കുക. വെളിപ്പാട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇത്രയേ ഉള്ളോ, വേണമെങ്കിൽ പ്രവർത്തിക്കില്ല. ദാവീദ് കരഞ്ഞുകൊണ്ട് രാജധാനിയിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ തന്നെ ശപിച്ചുകൊണ്ട് ശിമയി വരുമ്പോഴത്തേക്കും നോക്കുന്നവർ അവർക്ക് ദേഷ്യം വരും ഇത് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഈ ഇല്ലാത്ത ഒരുത്തൻ അവൻ രാജാവിനെ ശപിക്കാൻ വന്നിരിക്കുന്നു, അഭിഷിക്തനാണ്. അഭിഷേക് ചോദിച്ച്, ഇവൻ ആരാ ഈ രാജാവിനെ ശപിക്കാൻ? ഞാൻ പോയി അവനെ വെട്ടിക്കളയട്ടെ, ഞാൻ കൊന്നു കളഞ്ഞേക്കാം, ഇനി അവനെ വെച്ചേക്കണ്ടെന്ന്. ദാവീദ് പറഞ്ഞു, അഭിഷേകേ, സെരയുടെ പുത്രന്മാരെ, നിങ്ങൾ എന്താ ഈ കാണിക്കണം? അവൻ ആരാ അവരുടെ കൂടെ നിന്നറിയാമോ? ഇപ്പോൾ ദൈവമാണ് അവനോട് കൽപ്പിച്ചിരിക്കുന്നത്, നീ ദാവീദിനെ പോയി ശപിക്കാന്ന്. ആ ശക്തിയിൽ അവരുടെ കൂടെ ദൈവമുണ്ട്. ഇപ്പോൾ നീ കാണുന്നുണ്ട് ശിമയേനെയാണ്, പക്ഷെ ഞാൻ കാണുന്നതല്ല, അവനെ പറഞ്ഞു വിട്ട കർത്താവിനെയാണ് കാണുന്നത്. കാരണം നീ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നോക്കുന്നു, ജീവിക്കുന്നു. ഞാനിപ്പോഴും വെളിപ്പാടിൽ ജീവിക്കുന്നു. ഒരൊറ്റ സംഭവത്തിൽ വെളിപ്പാടിന് വേണ്ടി കാത്തിരുന്നില്ല. ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അതിൽ ഭ്രമിച്ചു പോയി. വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കാതെ അതിൽ പ്രവർത്തിച്ചതിൻ്റെ ദുഃഖമാണ്, വേദനയാണ് ഞാനും മാത്രമല്ല എൻ്റെ തലമുറയും മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനമേ, വെളിപ്പാടിലായിയാൽ ജനം മര്യാദ വിട്ട് നടക്കും. അങ്ങനെയല്ല. നമുക്കിന്ന് ഒരു പുതിയ തീരുമാനവും ഒരു പുതിയ ജീവിതവും നമുക്കുണ്ടാകട്ടെ. നമുക്ക് പറയാം, കഷ്ടത വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഉടനെ തന്നെ റബേക്ക പറഞ്ഞതുപോലെ നാളുകൾ കാത്തിരുന്നൊരു കുഞ്ഞുണ്ടായതാ. അതും ഗർഭത്തിലാണ്, പുറത്തേക്ക് വന്നിട്ടില്ല. അന്നേരം അവർ രണ്ടുപേരും കൂടെ തമ്മിൽ ഭയങ്കര തിക്കലാണ്. ഉടനെ അവൾ പറഞ്ഞു, ഇങ്ങനെയാ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഇനി എന്തിനാ ജീവിക്കുന്നത്? അന്നേ ആളുകൾ കാത്തിരുന്ന് എനിക്കിത് കിട്ടി, ഇത് ഇങ്ങനെ ഒരു കാര്യം കിട്ടി. അന്നേരം അത് ഇങ്ങനെയായി. ഇനി ഞാൻ ആരെ കാത്തിരിക്കുക? എന്തിനാ കാത്തിരിക്കുന്നത്? പക്ഷേ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചോദിക്കാൻ പോയി, വെളിപ്പാടിന് പോയി. എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ അരുതാത്ത സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പാടിന് പോയി. വെളിപ്പെട്ട് കിട്ടി. എന്താ, 2 ജാതികൾ 2 വംശങ്ങൾ നിന്റെ ഗർഭത്തിലുണ്ട്. മൂത്തവനായിട്ട് വരുന്നവൻ ഇളയവനെ സേവിക്കാനുള്ളവനാണ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. അവൾ വെളിപ്പാടിൽ ആ കാര്യം പ്രാപിച്ചെടുത്തു. പിന്നെയും തിക്കൽ നടന്നു. പ്രസവ സമയത്ത് അതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇളയവൻ മൂത്തവൻ്റെ കുതികാൽ പിടിച്ചിരുന്നു, ജനിച്ചു, പല പ്രശ്നങ്ങളും ഉണ്ടായി. വർഷം 75 കഴിഞ്ഞു, 75 ആയി. 75 വർഷം ഇത് മുഴുവൻ സഹിച്ചു.
75-ാമത്തെ വർഷം കാര്യങ്ങൾ മാറി വന്നു. ജ്യേഷ്ഠാവകാശം ഇളയവന് പോയി, അനുഗ്രഹം ഇളയവന് പോയി. അവൾ കുലുങ്ങിയില്ല. യാക്കോബ് ഏശാവിനെ ചതിച്ചു, ജ്യേഷ്ഠാവകാശം വാങ്ങി. റിബേക്കയ്ക്ക് കുലുക്കമില്ല. എന്താ ഈ 2 പിള്ളേരിങ്ങനെ തുടങ്ങണേ? എനിക്ക് 2 മക്കളുള്ളത് എന്താ ഇങ്ങനെ തുടങ്ങണേ? എന്തിനാ ഞാൻ ജീവിക്കണേ? തോന്നിയില്ല. കാരണം അവൾ നിന്ന് നിൽക്കുന്നത് വെളിപ്പാടിനാലാവും, അവൾ നിന്ന് ജീവിക്കുന്നത് വെളിപ്പാടിനാലാവും. തീർന്നില്ല, കാര്യം മുൻപോട്ട് പോയി. ഒരുത്തൻ സാധുശീലനും കൂടാരവാസിയുമായി തന്നെ പോയി. ഒരുവൻ സമർത്ഥനും വേട്ടയിൽ സമർത്ഥനും പരാക്രമശാലിയുമായി തന്നെ മുമ്പോട്ട് പോയി. ഒടുവിൽ അനുഗ്രഹത്തിൻ്റെ ദിവസം വന്നു. ഇതാ തനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് താൻ പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. യാക്കോബിനെ വിളിച്ചു, മകനെ നീ വേഗം പോയി ആ മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അപ്പന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ തരാം. നീ ചെന്ന് അപ്പനോട് അനുഗ്രഹം ചോദിക്കണം, അപ്പൻ തരും. അവനൊഴിഞ്ഞു മാറി. കാരണം എൻ്റെ സഹോദരൻ ശരീരത്തൊക്കെ രോമമൊക്കെ ഉള്ളവനാണ്. അവൻ്റെ ശരീരം പോലെയല്ല എൻ്റെ ശരീരം. ഇനി ഏതെങ്കിലും തപ്പി നോക്കി അവസാനം ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ യാക്കോബ് ആ സൂത്രത്തിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് ഒരു ശാപം തരും. നീ ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മ പറഞ്ഞു, നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ചെന്ന് കൊണ്ടുപോവാ, ഭക്ഷണം കൊണ്ടുപോവാ, ഞാൻ നിനക്ക് അത് തയ്യാറാക്കി തരാം. നീ ചെന്ന് ചെയ്യ്. ഏതെങ്കിലും കാരണവശാൽ ആ ശാപം വരുന്നുവെങ്കിൽ അത് എൻ്റെ മേൽ വന്നോട്ടെ. ഇതാ ഞാൻ ആ ശാപം ഏറ്റെടുത്തോളാം. പറയുന്നത് ആരാന്നറിയാമോ? പറയുന്നത് ജഡത്തിൽ ജീവിക്കുന്ന റിബേക്കയല്ല, വെളിപ്പാട് കണ്ടവളാ, വെളിപ്പാടിനെ ആധാരമാക്കി ജീവിക്കുന്നവളാ. അനുഗ്രഹം യാക്കോബിന് കിട്ടി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാ, നാം മര്യാദ വിട്ടു പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. നാം ദൈവത്തിൻ്റെ വഴിയിൽ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം വേറെ ഒരു കാര്യവുമല്ല, വെളിപ്പാടില്ല. ദൈവിക മര്യാദ വിട്ട് നാം പോകുന്നു, കാരണം നമുക്ക് വെളിപ്പാടില്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും കാണുന്നു, നമ്മുടെ ബുദ്ധിക്കെത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നു. ഉടനെ തന്നെ ഇനി എന്നാ ചെയ്യണേ? നാളത്തേക്ക് ഇവിടെ ഒന്നുമില്ല, നാളത്തേക്ക് ഇവിടെ യാതൊരു കാര്യവുമില്ല. ഇവിടെ നാളെ പുലരാൻ വേണ്ടിയിട്ട് പിള്ളേരും ഒക്കെ ഉള്ളതാണ്. ഇവിടെ ഈ കുടുംബം നടന്നു പോകണമെങ്കിൽ നാളെ ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ ചില ശാപവാക്കുകൾ പിന്നെ അങ്ങോട്ട് പറയുക, പിന്നെ പരസ്പരം കലഹമായി, പിന്നെ പ്രശ്നങ്ങളായി. ഇല്ല ഇതെല്ലാം ശരി തന്നെയാണ്. നാളെ ഒന്നുമില്ല, കുട്ടികൾക്ക് മുമ്പോട്ട് വന്ന് നിവൃത്തിയില്ല, സാമ്പത്തിക ഞെരുക്കം, ഇതെല്ലാ കാര്യം ശരി തന്നെയാണ്. ശരി, ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ വെളിപ്പാട് എന്നാന്ന് നോക്കാം. അവിടെ അടങ്ങിയെന്ന് വെച്ചാൽ വെളിപ്പാട് എന്നാന്ന് നോക്കാം. ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പാടിന്മേൽ പ്രവർത്തിക്കുന്നവൻ പരാജയപ്പെടുമോ? വെളിപ്പാടിൽ മുമ്പോട്ട് പോകുന്നവൻ പരാജയപ്പെടുമോ? യഹൂദ മര്യാദയുള്ളവൻ പരാജയപ്പെടുമോ? അന്തിമജയം യഹൂദ മര്യാദയുള്ളവനാണ്. തൽക്കാലത്തേക്ക് ജയം ശത്രുക്കൾക്കുണ്ടാകും. ഹാമാനും രാജാവും തിന്മാനും കുടിപ്പാനും ഇരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. കർത്താവിന്റെ സ്തോത്രം. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. പക്ഷേ കാര്യങ്ങൾ തിരിഞ്ഞു വന്നു. യഹൂദ മര്യാദയുള്ളവൻ തൻ്റെ ജനത്തോടുകൂടി ജയം പ്രാപിച്ച് ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി. കർത്താവിന്റെ സ്തോത്രം. വെളിപ്പാടില്ലായിരുന്നെങ്കിലോ ഇന്നും ദൈവിക മര്യാദ വിട്ട് നടന്നു ജാതികളുടെ നിരയിലേക്ക് പോകുമായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ ജനം ദൈവസഭയിൽ കൂടിയിരിക്കുമ്പോൾ, ഉപവാസവും പ്രാർത്ഥനയുമായി നമ്മൾ കർത്താവിൻ്റെ സഭയിൽ കൂടിയിരിക്കുമ്പോൾ,
ഒരൊറ്റ കാര്യം മാത്രമാണ് ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞത്. ഗേഹസിയെ നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ്. കാരണം നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നുണ്ട് രണ്ടുപേരെ, നിന്നെയും എന്നെയും. നിന്റെ ബുദ്ധി കൊണ്ട് നീ കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന്. പക്ഷെ നിനക്കൊരു ദൃഷ്ടിയില്ല, വെളിപ്പാട് നിനക്കില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കണ്ണു തുറന്നു. വെളിപ്പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് കാര്യങ്ങളുടെ ഗൗരവം ഇങ്ങനെയാണ്. ഈ രണ്ടുപേരെ കണ്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ? യജമാനെ നാം എന്ത് ചെയ്യും? യജമാനെ നാം എന്ത് ചെയ്യും? കർത്താവിനെ സേവിച്ച് വന്നിട്ട് ഇങ്ങനെയായി തീർന്നോ? ഇതാണോ നമ്മുടെ ഗതി? ഇതൊക്കെ ചോദിച്ചിരുന്നെങ്കിലോ? വെളിപ്പാടുള്ളത് കൊണ്ട് അതൊന്നും ചോദിച്ചില്ല, അങ്ങോട്ട് തിരിഞ്ഞില്ല. ഒരുതൻ നാളെ ശമരിയുടെ വാതിക്കൽ ചക്കലിന് 2 സയ ഗോതമ്പ് മാവും ചക്കലിന് 2 സയ യവവും വയ്ക്കുമെന്ന് പറഞ്ഞു. വചനമാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരുത്തൻ പറഞ്ഞു, യഹോവ ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലും ആ കാര്യം നടക്കുമെന്ന് ചോദിച്ചു. ആ കാര്യം നടക്കാൻ വെളിപ്പാടില്ലാതെ പറഞ്ഞ ആ നീച വാക്ക് നിമിത്തം, ആ വാക്ക് നിമിത്തം അതിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും, അത് നീ അനുഭവിക്കുകയില്ല. 71 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ വായ കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ എൻ്റെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുവാൻ. ഇന്ന് ലോകത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവില്ല. അവർ ദൈവിക മര്യാദയിൽ തന്നെ, യഹൂദ മര്യാദയിൽ ജീവിച്ച് വാഗ്ദത്തം പ്രാപിക്കും. മറിച്ച് എന്തെങ്കിലും കാണുമ്പോൾ ദൈവഹിതമല്ലാത്തതും ദൈവത്തെ ദുഷിക്കുന്നതുമായ ഏതെങ്കിലും വാക്ക് പറഞ്ഞ് നിരാശപ്പെട്ട് തങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ കൂടി നഷ്ടപ്പെടുത്തുന്ന ജീവിതങ്ങളാണ് ഇന്ന് അധികവും നമ്മൾ ഓർത്തുകൊള്ളണം. പാടില്ല. ഇന്ന് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അനുഭവത്തിലൊക്കെയും നമ്മുടെ സകല നിരൂപണങ്ങളിലും വെളിപ്പാടിൽ നിരൂപിക്കാം, വെളിപ്പാടിൽ സംസാരിക്കാം, വെളിപ്പാടിൽ പ്രവർത്തിക്കാം. കർത്താവിന് സ്തോത്രം. നടുങ്ങി ഭ്രമിച്ച് നീരസപ്പെട്ട് ഒന്നും കണ്ട് നമ്മൾ ഇളകിപ്പോയിട്ട് പാപത്തിന് അടിമപ്പെട്ടു പോകാതെ വേണം, പാപത്തിലേക്ക് പോകാതെ വേണം. നമുക്കൊരു തീരുമാനം, ദൈവമേ, ഞാൻ ഈ ജീവിതം കടന്നു പോകേണ്ടുന്ന വഴികൾ ധാരാളമാണ്. ഇനിയും ഞാൻ കടന്നു പോകേണ്ടുന്ന വഴികൾ വലുതാണ്. ഈ വഴികൾ തരണം ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ദൈവമേ, ദൈവിക മര്യാദ, സാക്ഷാൽ യഹൂദ മര്യാദ, ആ മര്യാദയ്ക്കൂടി ഞാൻ പോകുവാൻ എനിക്ക് വെളിപ്പാട് തരണം. ഇനി ഞാൻ വെളിപ്പാടിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനം എനിക്ക് തരണം കർത്താവിന് സ്തോത്രം. വെളിപ്പാടിലാകിയാൽ ജനം മര്യാദ വിട്ട് നടക്കും, എന്നാൽ വെളിപ്പാടുള്ള ജനം മര്യാദയിൽ നടക്കും. ആ മര്യാദ നമ്മെ വിട്ടുമാറാതിരിക്കട്ടെ, ആ മര്യാദയിൽ നമ്മൾ ഒരിക്കലും പിന്മാറാതിരിക്കട്ടെ. സഭശക്തി അധികം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുട്ടുകളെ മുടക്കം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾ മുട്ടുകളെ മടക്കി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വിലയേറിയ ആലോചനകൾ ഞങ്ങൾക്ക് നൽകി. പിതാവേ, ഒരിക്കൽ കൂടി ആ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കട്ടെ. കർത്താവേ, യേശുവെ, ഞങ്ങൾക്ക് നടുങ്ങുന്ന വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ടാകും. കർത്താവെ, ഹൃദയം ഭയപ്പെടുന്ന വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ടാകും. ദൈവമേ, അസൂയ വരുന്ന പല വിഷയങ്ങളും ഞങ്ങൾക്കുണ്ടാകും. എന്നാൽ എൻ്റെ കർത്താവെ, ഏതെല്ലാം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടാലും അതിന് ഞങ്ങൾ ദൈവഹിതമല്ലാതെ പ്രതികരിച്ച് ഞങ്ങൾ പാപത്തിൽ വീഴാതെ വണ്ണം എൻ്റെ കർത്താവെ, യേശുവെ, വെളിപ്പാടിന് വേണ്ടി തിരിയുവാൻ, അതിൻ്റെ പൊരുളിനെ അന്വേഷിക്കുവാൻ, ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരുന്നു വെളിപ്പാടിനെ പ്രാപിച്ചുകൊണ്ട് മര്യാദയായി നടക്കാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകി തരുമാറാകണമേ. യേശുവെ, ഞങ്ങൾക്ക് കൃപ നൽകി തരുമാറാകണമേ. ഒരിക്കലും ദൈവിക മര്യാദ വിട്ട്, സാക്ഷാൽ യഹൂദന്റെ മര്യാദ വിട്ട് ഞങ്ങൾ ജീവിക്കാനോ സംസാരിക്കാനോ നിരൂപിക്കാനോ പ്രവർത്തിക്കാനോ സമ്മതിക്കല്ലേ. കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ലേനി പ്രാർത്ഥിച്ചു.